കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയും VS അച്യുതാനന്ദൻ. അടുത്തിടെ അന്തരിച്ച കർണാടക സംഗീതജ്ഞയും നടിയുമാരും R സുബ്ബലക്ഷ്മിയും. സർക്കാരിന്റെ ഷെവലിയർ ലീജിയൻ ദി ഓണർ ബഹുമതി നേടിയ മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബിക. തീവണ്ടി തട്ടി ആനകൾ ചരിയുന്നത് തടയുവാൻ റെയിൽവേ വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനത്തിന്റെ പേര് ഗജരാജ് സുരക്ഷ. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റ താരം ഡോക്ടർ ബിജോയ് നന്ദൻ. 2023 ഡിസംബറിൽ അന്തരിച്ച US സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ്? സാന്ദ്ര ഡേ ഒക്കോണർ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ പേര് ദി അപ്രന്റീസ്. 2025 സംസ്ഥാനത്തെ HIV മുക്തമാക്കുന്നതിനായുള്ള ആരോഗ്യവകുപ്പിന്റെ ക്യാമ്പയിൻ ഏതാണ്? 1-0. P ഗോവിന്ദൻപിള്ളയുടെ സ്മരണാർത്ഥം PG സംസ്കൃത കേന്ദ്രം ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അരുന്ധതി റോയ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന രാജ്യത്തെ മൂന്നാമത്തെ വനിതയാര്? R വൈശാലി. ലോകത്തിലെ ആദ്യ 3D പ്രിന്റ് അമ്പലം നിലവിൽ വന്നത് എവിടെ? തെലങ്കാന. ഫിഫ അണ്ടർ-17 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ രാജ്യം ജർമ്മനി. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചിന്തകനുമായിരുന്ന വ്യക്തിയാര്? ഡോക്ടർ M കുഞ്ഞാമൻ. ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലിലെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ ആരാണ്? പ്രേരണ ദിയോസ്തലീം. സമഗ്രമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുവാൻ കേരളവുമായി ഇന്നോവേഷൻ ഇടനാഴി ആരംഭിക്കുന്ന രാജ്യമേത്? ഫിൻലൻഡ്. 2023 ഡിസംബറിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് മറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഇന്തോനേഷ്യ. ഖേൽ രത്ന, അർജുന, ദ്രോണാചാര്യ പുരസ്കാരങ്ങൾ നിർണയിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ജസ്റ്റിസ് AM ഗാൻ വിൽക്കർ. T പത്മനാഭന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയുടെ പേര് നളിനകാന്തി. സംവിധാനം സുസ്മേഷ് ചന്ദ്രോത്ത്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവാര്? KG ശങ്കരപ്പിള്ള. ലോക ഡിജിറ്റൽ മത്സരക്ഷമതാ സൂചിക 2023 ഇന്ത്യയുടെ സ്ഥാനം എത്ര? 49. 1-ാം സ്ഥാനം അമേരിക്ക. 2023 ഡിസംബറിൽ മ്യൂസിയം ഓഫ് ദി മൂൺ പ്രദർശനം നടന്ന കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം. സിയാച്ചിനിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറായി നിയമിതയായത് ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഫുട്ബോൾ താരമാര്? ലയണൽ മെസ്സി. ജമ്മു കാശ്മീരിന്റെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സുരേഷ് റെയ്ന. ഫോബ്സ് മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ തുടർച്ചയായി 5-ാം വട്ടവും ഇടം പിടിച്ച ഇന്ത്യക്കാരിയാര്? നിർമ്മല സീതാരാമൻ. ടൈം മാഗസിന്റെ ഈ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ടൈലർ സ്വിഫ്റ്റ്. അമേരിക്കൻ പോപ്പ് ഗായിക. പുതിയ തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി. വിക്കിപീഡിയയിലെ ഈ വർഷത്തെ
ഏറ്റവും ജനപ്രിയമായ 25 ലേഖനങ്ങളിൽ 1-ാം സ്ഥാനം നേടിയ ലേഖനം ChatGPT. ആഗോള ധനകാര്യ പ്രസിദ്ധീകരണമായ ദി ബാങ്കറിന്റെ ബാങ്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹമായ ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്ക്. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് കവിയും എഴുത്തുകാരനും നടനുമായ വ്യക്തിയാര്? ബെഞ്ചമിൻ സെഫാനിയ. സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനമേത്? കേരളം. BBC-യുടെ പുതിയ ചെയർമാനായി നിയമിതനായ ഇന്ത്യൻ വംശജനാര്? ഡോക്ടർ സമീർ ഷാ. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് വേദിയായ രാജ്യം? അമേരിക്ക. 2023 ഡിസംബറിൽ സർക്കാർ ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം? തെലുങ്കാന. പുതിയ മിസോറാം മുഖ്യമന്ത്രി? ലാൽ ദുഹോമ. 2023 ഡിസംബറിൽ അന്തരിച്ച കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന വ്യക്തിയാര്? കാനം രാജേന്ദ്രൻ. 2023 ഡിസംബറിൽ വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? സബർതപാൽ. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രി? വിഷ്ണുദേവ് സായ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിന്റെ എത്രാം വാർഷികമാണ് 2023 ആഘോഷിക്കുന്നത്? 50-ാം വാർഷികം. മികച്ച സ്പോർട്സ് ബിസിനസ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത്? ജയ്ശ്യാം. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണ്? ബറാക്കുഡ. മണിക്കൂറിൽ വേഗം 12 നോട്ടിക്കൽ മൈൽ. അർജന്റീനയുടെ പുതിയ പ്രസിഡന്റ്? ഹാവിയർ മിലെ. US ആസ്ഥാനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ്? നരേന്ദ്രമോദി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈറ്റ് റൈറ്റ് റെയിൽവേ സ്റ്റേഷനുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം? കേരളം. രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി 2023 വേദിയായ നഗരം? ന്യൂഡൽഹി. സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. പുതിയ മധ്യപ്രദേശ് മുഖ്യമന്ത്രി? മോഹൻ യാദവ്. വിവിധ മേഖലകളിൽ രാജ്യത്തിന് വളർച്ച നേടാൻ നിശ്ചയിച്ചിരിക്കുന്ന 2023 മുതൽ 2024 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് എന്ത് പേരിൽ? അമൃത് കാൽ. പുതിയ രാജസ്ഥാൻ മുഖ്യമന്ത്രി? ഭജൻലാൽ ശർമ്മ. സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ക്യാപ്റ്റൻ ഫാത്തിമ വസീം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിനി പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. വിമൻസ് ടെന്നീസ് അസോസിയേഷന്റെ ഈ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇഗ ഷാംടെക്. വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 വേദിയായ? ദുബായ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെ? അഹമ്മദാബാദ്. PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡിന് അർഹനായ വ്യക്തി? മോഹൻലാൽ. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി ചുമതലയേറ്റതാര്? CN രാമൻ. രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ടായ ബറാക്കുഡ ഇനി മുതൽ അറിയപ്പെടുന്ന പേര്?
സൗരശക്തി. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്തുവാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. ശലഭം. രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ നഗരമേത്? കൊൽക്കത്ത. രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച ഏക നഗരം ഏതാണ്? കോഴിക്കോട്. ചലച്ചിത്ര മേഖലയിലെ സമഗ്രമായ സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? യേശുദാസ്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം സ്വന്തമാക്കിയ ജപ്പാനീസ് ചിത്രമേത്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരത്തിന് അർഹനായത് ആരാണ്? ഷോക്കിർ ഗോലിക്കോവ്. ചിത്രം സൺഡേ. 2023 ഡിസംബറിൽ അന്തരിച്ച പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വ്യക്തിയാര്? KP വിശ്വനാഥൻ. IPL ടീമായ മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായ താരമാര്? ഹാർദിക് പാണ്ഡ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് എവിടെ? സൂറത്ത്. 2023 ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി 1-ാം സ്ഥാനത്തെത്തിയ രാജ്യമേത്? സ്പെയിൻ. 2023 BCCI പിൻവലിച്ച 7-ാം നമ്പർ ജേഴ്സി ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെതാണ്? മഹേന്ദ്ര സിംഗ് ധോണി. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയ രാജ്യമേത്? ഇന്ത്യ. രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ്? ക്രൂട്രിം. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ മുന്നോടിയായി സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ച രാജ്ഭവൻ ഏത്? കൊൽക്കത്ത രാജ്ഭവൻ. അണ്ടർ-19 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് 2023 ജേതാക്കളായത്? ബംഗ്ലാദേശ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ കോമ്പാക്ട് ഡ്രോൺ ഏതാണ്? ഷിഫ്റ്റ്. ബാലവേല ബാലവിവാഹരഹിത കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ വനിതാ ശിശു വകുപ്പിന് കീഴിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? ശരണ്യബാല്യം. ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് അമ്പയർ ആരാണ്? വൃന്ദാരതി. IPL ക്രിക്കറ്റ് താരലേലം നിയന്ത്രിക്കുന്ന ആദ്യ വനിതയാര്? മല്ലിക സാഗർ. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കൊടുമുടി കീഴടക്കുന്ന ആദ്യ മലയാളിയായ വ്യക്തി? ഷെയ്ഖ് ഹസൻ ഖാൻ. ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടി പേർ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? ഇൻഡിഗോ. സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് 14-ാം പതിപ്പിന് വേദിയാകുന്ന സ്ഥലം? തൃശൂർ. IPL ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി മാറിയത് ആര്? മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയൻ താരം. 24.75 കോടി. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിന്റെ പേര്? മാതൃകം. 2023 ഡിസംബറിൽ പുറത്തുവന്ന ഏകദിന ബാറ്റർമാരുടെ ICC റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗില്ലിനെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്തിയ താരം? ബാബർ അസം. IPL ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരമാര്? റോബിൻ മിൻസ്. ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം ഏർപ്പെടുത്തിയ ലൈഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലഭിച്ചത്? ISRO.
ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയും EV രാമകൃഷ്ണൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയത് ആരൊക്കെയും? സ്വാതിക്, സായ് രാജ്, രംഗറെഡ്ഡി, ചിരാഗ് ഷെട്ടി. 2023 അർജുന അവാർഡ് നേടിയ മലയാളിയാര്? M ശ്രീശങ്കർ. 2023 ലോക വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ രാജ്യം? ഫ്രാൻസ്. ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സർവകലാശാല ഏത്? കേരള സർവകലാശാല. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ 2023 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട താരം? ഹർദിക് സിംഗ്. 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യാതിഥിയായ വ്യക്തി? ഇമ്മാനുവൽ മാക്രോ, ഫ്രാൻസ് പ്രസിഡന്റ്. റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര്? സുജലം. 2023 കളിയച്ചൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? കലാമണ്ഡലം ഗോപി. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? കന്യാകുമാരി. 2023 ഡിസംബറിൽ കേരള മന്ത്രിസഭാ പുനർസംഘടനയെ തുടർന്ന് രാജിവെച്ച മന്ത്രിമാർ ആരൊക്കെയും? അഹമ്മദ് ദേവർകോവിൽ, ആന്റണി രാജു. 2023 കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയും? P. ഇക്ബാൽ. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലേത്? INS ഇംഫാൽ. ആരുടെ ആത്മകഥയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി? മനോജ് മുകുന്ദ് നരവനെ. ഇന്ത്യ യുറേഷ്യൻ ട്രേഡ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാര്? ഡോക്ടർ AB അനൂപ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ച കർമ്മികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? കുന്ദമംഗലം ഭഗവതി ക്ഷേത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.